സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഭാരതം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വിഷയം വന്ദേ മാതരം തന്നെയാണ്. വന്ദേ മാതരം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ആനന്ദമഠം എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നാടകത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ട്. ദേശസ്നേഹം സ്ഫുരിക്കുന്ന ആ പാട്ടിൻ്റെ അവസാനത്തെ 2 ഖണ്ഡങ്ങളിൽ ഹിന്ദു ദേവതമാരായ ദുർഗയെയും കാളിയെയും എല്ലാം പരാമർശിക്കുന്നുണ്ട്. ഭാരതത്തെ അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിച്ചിടാൻ ശ്രമിക്കുന്നവർക്ക് നേരെ രുദ്രയായും ഭദ്രയായും കാളിയായും ഈ ഭാരതാംബ മാറും എന്ന തരത്തിലുള്ളൊരു വിശദീകരണമാണ് അദ്ദേഹം ആ വന്ദേ മാതരത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിരിക്കുന്നത്. അന്നത് പാടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വലിയ ഒരു പിന്തുണയാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് അതിന് ലഭിച്ചത്. പിന്നീട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത് ദേശീയ ഗാനമായി തന്നെ ജനഗണമന എന്ന ആ ഗീതത്തോടൊപ്പം ദേശീയ ഗാനമായി അംഗീകരിക്കുകയും, എന്നാൽ പിന്നീട് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും അതുപോലെ രവീന്ദ്രനാഥ ടാഗോറും അടക്കമുള്ള, ടാഗോറാണ് ആദ്യമായി ഇത് ട്യൂൺ ചെയ്ത് പാടിയതെന്നാണ് എൻ്റെ ഓർമ്മ, അടക്കമുള്ള ഒരു വിദഗ്ധ സമിതി ഇത് പരിശോധിക്കുകയും ഹൈന്ദവ മതത്തിൽ പെടാത്ത ആളുകൾക്ക്, അതായത് മറ്റ് മതസ്ഥരായ ആളുകൾക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് വന്ദേ മാതരത്തിൻ്റെ അവസാന ഖണ്ഡികകൾ പാടുമ്പോൾ മറ്റ് ഈശ്വരന്മാരെ ഞങ്ങൾ പൂജിക്കില്ല എന്ന് മതസിദ്ധാന്തം പുലർത്തുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ വരികൾ പിന്നീട് വന്ദേ മാതരം പാടുമ്പോൾ ആലപിക്കേണ്ടതില്ല. എന്നാൽ ദേശീയഗാനമായ ജനഗണമനയ്ക്കൊപ്പം തന്നെ വന്ദേ മാതരത്തിനും തുല്യ പ്രാധാന്യമുണ്ട്, അതിനെ മാനിക്കണം എന്ന് തന്നെ അങ്ങനെ ഒരു തീരുമാനം അന്ന് എടുക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് വന്ദേ മാതരം ആലപിക്കപ്പെടുമ്പോഴെല്ലാം അവസാനത്തെ 2 ഖണ്ഡിക ഒഴിവാക്കിക്കൊണ്ടാണ് പാടാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ സംബന്ധിയായ എല്ലാ ചടങ്ങുകളിലും വന്ദേ മാതരം ദേശീയഗാനത്തോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി ആലപിക്കപ്പെടണം എന്നുള്ളൊരു സ്ഥിതി വന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെ ഇപ്പോഴും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ദുർഗാ, കാളി എന്നിങ്ങനെയുള്ള ദേവതമാരെ പ്രകീർത്തിച്ചുകൊണ്ട് പറയപ്പെടുന്ന ആ ഗാനം പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഖണ്ഡം പാടാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി AICC സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കുകയും, എന്നാൽ വന്ദേ മാതരത്തിൻ്റെ അവസാന ഖണ്ഡികയിലേക്ക് ഇത് പാടാൻ തുടങ്ങിയതോടുകൂടി സോണിയാഗാന്ധി ഇടപെട്ട് അത് നിർത്തണം എന്നാവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. പിന്നീട് ജയറാം രമേശ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു സോണിയാഗാന്ധി അതല്ല പറഞ്ഞത്, മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് ഒരു കസേര കൊടുക്കാനാണ് ആവശ്യപ്പെട്ടതെന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേഷ്യപ്പെട്ടു തന്നെയായിരുന്നു. അതെ. അപ്പോൾ തീർച്ചയായും എന്തിനാണ് വന്ദേ മാതരം അങ്ങനെ പാടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് AICCയുടെ ഒരു ചടങ്ങിൽ വന്ദേ മാതരം പാടുകയും പിന്നീട് സോണിയാഗാന്ധി ഇടപെട്ട് അത് നിർത്തിക്കുകയും ഉള്ളൊരു നാടകം കളിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് പാടേണ്ടതില്ല എന്നുണ്ടെങ്കിൽ പാടണ്ട എന്ന് വെക്കണം. അല്ലാതെ അത് പാടുകയും പാടുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കയറി ഇടപെട്ടു, അത് തടയാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയും, എന്നാൽ വന്ദേ മാതരം പാടി എന്ന് വരുത്തി തീർക്കുകയും, അപ്പോൾ ഞങ്ങൾ പാടിയില്ല എന്ന് ധാരണ വരുത്തുകയും മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള മറ്റ് സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, UDFൻ്റെ ഘടകകക്ഷികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഞങ്ങളൊരു സമീപനം കൈക്കൊണ്ടു, അത് നിർത്താൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലൊരു നാടകം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നൊരു ചോദ്യം. ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഒന്നാമത്തെ കാര്യം, ഞാൻ പേഴ്സണലായിട്ട് സൂചിച്ചാൽ വന്ദേ മാതരം പാടിയാലും പാടിയില്ലെങ്കിലും, ജനഗണമന പാടിയാലും പാടിയില്ലെങ്കിലും, അത് നമ്മുടെ ഭരണനിർവഹണ സംവിധാനത്തെ മനുഷ്യന് ഉപകാരം ചെയ്യുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അതൊരു തരത്തിൽ സ്വാധീനിക്കുകയില്ല. പിന്നെ വൈകാരികമായ ഇഴയെടുപ്പം നമ്മുടെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ ഇത്തരം ദേശഭക്തി ഗാനങ്ങൾ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്ദേ മാതരം എത്രയോ വർഷമായിട്ട് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലയിടത്തും. ഇത് ഔദ്യോഗികമായിട്ട് നിർബന്ധിച്ചിട്ട് പാടണമെന്ന് പറയുമ്പോൾ അതിൻ്റെ വന്ദേ മാതരം ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ഗാനം എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് മാറുകയാണ്. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ പാടുന്നു. രാമായണം നാട്ടിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വീട്ടിൽ സന്ധ്യാനാമവും രാമായണവും വായിക്കുന്നുണ്ട്. അത് നാളെ ഇത് ചെയ്യാത്തവൻ ഹിന്ദു അല്ല എന്നൊരുത്തം പറഞ്ഞാൽ അവനല്ല, ഹിന്ദു എല്ലാം തിരിച്ച് പറയേണ്ടി വരും. അല്ല, ദേശീയഗാനത്തിൻ്റെ പേരിൽ സുപ്രീം കോടതി തന്നെ ഇത്തരത്തിലൊരു പിന്നീടൊരു വിധി പ്രഖ്യാപനം നടത്തിയത് നമ്മൾ കണ്ടു. കാരണം ഈ പല സിനിമാ ശാലകളിലുമെല്ലാം ഈ സിനിമ തീരുന്ന സന്ദർഭത്തിൽ ദേശീയഗാനം വയ്ക്കുന്നൊരു ചടങ്ങുണ്ട്. പലപ്പോഴും പലരും ആ ദേശീയഗാനം കേൾക്കുമ്പോൾ
കൂടെ പാടുന്നില്ല, പലരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് കാണിക്കുമ്പോഴേ ചാടിപ്പോ. അതെ, അങ്ങനെ ഒരു പരാതി സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഒരു വിഭാഗം സ്കൂൾ കുട്ടികളിലാണ്, സിനിമാശാലയിലല്ല, സ്കൂളിൽ ഇത്തരം കാര്യങ്ങൾ ആലപിച്ചു കഴിഞ്ഞപ്പോൾ അവർ സുപ്രീം കോടതിയിൽ ചെന്നു. വന്ദേമാതരം തന്നെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അത് ചൊല്ലുമ്പോൾ അവരുടെ മതത്തിൻ്റെ വിലക്ക് കാരണം ഇവർ ചൊല്ലുന്നില്ല. അപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായൊരു വിധി വന്നത് ഇത് പാടണം എന്ന് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. അതെ, ഇത് പാടണം എന്ന് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനെ അവഹേളിക്കാൻ പാടില്ല എന്നുള്ളതൊരു നിയമം കൂടിയുണ്ട്. അതുകൊണ്ട് ആരും പാടിയില്ല എന്ന് കണക്കാക്കിയിട്ട് അതൊരു അവഹേളനമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതായത് നിർബന്ധിച്ച് ആരെയും കൊണ്ട് പാടിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ആ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പാടേണ്ടതില്ലാത്ത ഭാഗം ഒഴിവാക്കി ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാമായിരുന്നല്ലോ. ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നൊരു പരിപാടിയാണെങ്കിൽ സോണിയാഗാന്ധിക്കോ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ രാഹുൽ ഗാന്ധിക്കോ ഇടപെട്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ AICC സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സ്വാതന്ത്ര്യം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കൊക്കെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പിശക് അവിടെ സംഭവിക്കാനുള്ള കാരണം? അവിടെ ഞാൻ അതുപോലെ തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഒരു പ്രിക്കോറിയസ് ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് നിർത്തിയത് അവിടുത്തെ AICC ഭാരവാഹികളാണ്. അവരാണ് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ഇത് കറക്റ്റ് അറിയണമെന്ന് പോലുമില്ല. സോണിയാഗാന്ധി ഒരു വന്ദേമാതരം പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ പാടണമെന്നില്ല. ഇത് പാടി അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ദേശഭക്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വാദം കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പാടാൻ പറ്റാത്തവർ അപ്പോൾ BJP MPമാരോട് നാളെ പാടാൻ പറഞ്ഞാൽ, കേരളത്തിലെ BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരോട് ഇത് പാടാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പാടാൻ പറ്റും? അല്ല, സസ്യശ്യാമളമായ ഈ ഭാരതഭൂമി വർണ്ണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സുജലാം സുഫല മലകജ ശീതളാം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഗാനം തുടങ്ങുന്നത്. അടുത്ത പ്രശ്നം എൻ്റെ ചോദ്യം, ഇപ്പോൾ BJP ആയുഷ്കാലം അല്ലെ ഒരു അടുത്ത ടൈം വരെ അല്ലെ അതിൻ്റെ പേര് പരിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ട് 3-0 എന്ന് പറഞ്ഞിട്ട് അവസാനം 0 മാത്രമാവുകയും 3 ഇല്ലാതെ പോവുകയും ചെയ്ത അവസ്ഥ വരുന്ന BJPക്ക് നാളെ തന്നെ ഉണ്ടാകാം. നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി DMKയോ തെലുങ്ക് ദേശമോ ഏതെങ്കിലും ഒരു പാർട്ടി SP അത് വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഗാനം പാടണം, അതാണ് രാജ്യസ്നേഹത്തിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അത് നിന്നുകൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ട ആവശ്യമുണ്ടോ? അല്ല സാർ, ഇത് എത്ര വന്ദേമാതരം കഴിഞ്ഞിട്ട് ഇനി 8-10 ഗാനങ്ങൾ വേണം എങ്ങനെ വരാവുന്നേ? കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, എല്ലായിടത്തും ഇല്ലേ? അല്ല, തീർച്ചയായും ഗോപാലകൃഷ്ണ ഭാരതി, സുബ്രഹ്മണ്യ ഭാരതിയുടെ ഒക്കെ സ്വാതന്ത്ര്യ സമരത്തോടെ അതെ ഒരുപാട് കൃതികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിന് ലിമിറ്റഡ് വെക്കാൻ പറ്റുമോ? 2 എണ്ണം കൊണ്ട് നിർത്തോ? ഇനി ഉണ്ടാകുന്ന മോഡിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അടുത്ത ഗവൺമെൻറ്റിന് ചെയ്താലോ? അല്ലെ മോഡിക്ക് ഇനി ഭൂരിപക്ഷം കിട്ടുമ്പോൾ ജനഗണമായിട്ട് വേറെ കൊണ്ടുവന്നാലും? അല്ലെ, ദേശീയതയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ദേശീയഗാനം ആലപിക്കപ്പെടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ രാജ്യത്തോട് നമ്മൾ കാണിക്കുന്ന കൂറും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുക എന്നത് ദേശീയഗാനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. ദേശീയ പതാക നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത് പോലെ ദേശീയഗാനം ചേർത്ത് വയ്ക്കുന്നു. അവിടെ പോലും ഇത്തരത്തിലുള്ള വിവാദങ്ങളുണ്ടാക്കി ഈ രാഷ്ട്രത്തിൻ്റെ യശസ്സിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അത് ഉപേക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഒരു എളിയ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. അല്ല, നാളെ ഇത് കാണേണ്ടത് ഇങ്ങനത്തെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് രാജ്യത്തെ യാതൊരു തരത്തിലും മറ്റ് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സാമൂഹിക രംഗത്തുണ്ടാക്കുന്നില്ല, സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്നില്ല, രാഷ്ട്രീയ രംഗത്ത് പ്രയോജനം കിട്ടുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. കാരണം കുറേ പേരെ രാജ്യദ്രോഹികളാക്കി മാറ്റി നിർത്തിയാൽ ബാക്കി രാജ്യസ്നേഹികളുടെ വോട്ടെല്ലാം കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നുള്ള ധാരണയിലാണ് കണക്കുകൂട്ടൽ നടന്നത്. അല്ല, ഇവിടെ ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷം അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കണ്ടതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ സോണിയാഗാന്ധിക്കെതിരെ വാളെടുത്തുകൊണ്ട് തന്നെയാണ് ചില പരാമർശങ്ങൾ നമ്മൾ കാണുന്നത്. അതായത് അതിൽ തന്നെ വളരെ അനൗചിത്യകരങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നു. എന്താണ്, വിദേശിയായ ഒരു വനിതയ്ക്ക് ഭാരതത്തിൽ വന്നിട്ട് ഭാരതത്തിൻ്റെ ദേശീയഗാനം പാടാൻ പറ്റില്ല എന്ന് കൽപ്പിക്കാൻ ആരാണ് മദാമ്മയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു അധികാരം നൽകിയത് എന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നു. ആ കമൻറ്റുകൾ ഇടുന്ന ആളുകൾക്കും അവരുടെ ദേശസ്നേഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഔചിത്യപൂർണ്ണമായിട്ടുള്ളൊരു വാക്കുകളിലൂടെ അത്തരം അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്. എന്തായാലും ഇത്രത്തോളം ഒരു വലിയ രീതിയിലുള്ളൊരു വിയോജിപ്പ് ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലൊരു പരിപാടി അവിടെ നടക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാമായിരുന്നു. ദേശീയഗാനം അല്ലെങ്കിൽ വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടുന്നു, അതിനിടയിൽ കയറി ഈ ഭാഗം വരുമ്പോൾ ഞങ്ങൾ തടയും. അപ്പോൾ ദേശീയഗാനം വന്ദേമാതരം പാടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷകർത്താക്കളായി അവരെ പരിരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് AICC വക്താക്കൾക്ക് അങ്ങനെ ധരിപ്പിക്കാനും സാധിക്കും. വന്ദേമാതരം പാടണം എന്നുള്ള ആ ഒരു തീരുമാനം നടപ്പിലാക്കാനും പറ്റും. ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ സമയടിക്കാതെ ഒരു പുരാണത്തിലെ ഒരു ചെറിയ കഥ പറയട്ടെ. പറയൂ. മഹാവിഷ്ണു നാരദനെ ഇരുന്ന് ചുമതലപ്പെടുത്തുന്നു. എൻ്റെ
എന്നെ ഭജിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഭജിക്കുന്ന ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ ആരാണെന്ന് കണ്ടുപിടിച്ച് വരാൻ പറഞ്ഞ നാരദനെ വിടുകയാണ്. നാരദൻ ചെന്ന് കഴിഞ്ഞപ്പം ഒത്തിരി സ്ഥലങ്ങളിൽ പോയി, ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലരൊക്കെ വിഷ്ണുവിനെ കാര്യമായിട്ട് തൊഴുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, ജനനം തൊഴുന്നുണ്ട്, വഴിപാട് ദീപാരാധന നടത്തുന്നുണ്ട്, സ്വർണം പൂശി കൊടുക്കുന്നുണ്ട് വിഗ്രഹങ്ങൾക്ക്. ഇതിങ്ങനത്തെ പല കലാപരിപാടിയും നടക്കുകയാണ്, പുതുക്കി പണിയുന്നുണ്ട്. അപ്പോൾ അവരിലൊന്നും യഥാർത്ഥ വിഷ്ണു ഭക്തനെ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ പോയ വഴിക്ക് ഒരാളോട് ചോദിച്ചു, ആകെ വിഷ്ണുനാമം എത്ര പ്രാവശ്യം ജപിക്കാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞ മറുപടി, ഞാൻ പാടത്ത് നിലവിടുന്നവനാണ്, ഉഴുന്ന് കഴിഞ്ഞ് വന്ന് എനിക്ക് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോവും. അതുകൊണ്ട് അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് 1-2 പ്രാവശ്യം മാത്രം മഹാവിഷ്ണുവിൻ്റെ ഭജനം ചെയ്യും, അതിന് മാത്രമേ എനിക്ക് സമയം കിട്ടാറുള്ളൂ, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും വലിയ വിഷ്ണു ഭക്തനായിട്ട് സെലക്ട് ചെയ്തത് ആരെയാണെന്നറിയാമോ? ഈ മനുഷ്യനെ സെലക്ട് ചെയ്തത്. കാരണം അവൻ്റെ ജോലി ചെയ്തിട്ടാണ് ഇത് ഭക്തി പ്രകടിപ്പിക്കാൻ പോകുന്നത്. മറ്റത് ഭക്തിയാണ് പ്രധാന ജോലി എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ഭരണാധികാരികൾ നടന്നു കഴിഞ്ഞാൽ ഭക്തി പ്രകടനമാണ് ദേശസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തകരാറ്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ തകരാറ് പാകിസ്ഥാനും സൗദി അറേബ്യയും എല്ലാം കൂടെ ചേർന്നുള്ള അലയൻസ് അല്ല, ഇങ്ങനെ സങ്കുചിതമായി ചിന്തിച്ച് ജനങ്ങളെ പല തട്ടിലേക്ക് മാറ്റുന്ന രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്ന രാജ്യദ്രോഹം. അത് തിരിച്ചറിയാതിരിക്കാൻ പോകരുത്. അല്ല, നമ്മുടെ ദേശീയതയിൽ തന്നെ ദേശീയമായ വികാരങ്ങളിൽ പോലും ഒരു ഐക്യം കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നും മറ്റുള്ള ആളുകൾ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം പ്രവൃത്തികൾ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? അല്ല, ഇതൊക്കെ ജനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ രാമായണമായന തന്നെ ഞാൻ എടുത്തു പറയേണ്ട, ജനങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം മടിയും കൊണ്ടുകൂടി ശൂലമായിട്ട് വന്നിട്ട് നിങ്ങൾ പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാതിരിക്കാനുള്ള ടെൻഡൻസി കൂടും. അല്ല, അതൊക്കെ പൗരാവകാശമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അത് ആ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ വിടുന്നതിന് പകരം ഞങ്ങളുടെ കീഴിൽ നാളെ എന്തെല്ലാം ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ ഇവരുടെ വ്യാഖ്യാനങ്ങൾ ഒരു ഇഷ്ടംപോലെ വരും. ഈ വ്യാഖ്യാനങ്ങൾ ഒന്ന് ഇന്ത്യക്ക് ചീത്തയാണ്, ഹൈന്ദവ സമൂഹത്തിന് ചീത്തയാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന മറ്റ് ജനവിഭാഗത്തിന് ചീത്തയാണ്. മറ്റുള്ളവർ അതിന് ന്യായീകരണം പറഞ്ഞ് മറ്റവരങ്ങനെ ചെയ്യുന്നില്ലേ, മറ്റവർ സംഘടിപ്പിക്കുന്നില്ലേ, ഇസ്ലാം സംഘടിക്കുന്നില്ലേ, ക്രിസ്ത്യാനി സംഘടിക്കുന്നില്ലേ, അവർക്ക് വിദേശത്ത് നിന്ന് പൈസ, ഇത്തരം ആർഗ്യുമെൻറ്റുകൾ എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട്, ഹൈന്ദവ സമുദായത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം. അല്ല, മറിച്ച് ഇവിടെ ഈ നമുക്ക് ഇത് തോന്നുന്നു, ഇപ്പോൾ ഏത് തലത്തിലായാലും ഇതൊക്കെ വിവാദമാക്കുന്ന. ഇപ്പോൾ നോക്കൂ, ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ഭഗവാന്റെ നിധിശേഖരങ്ങൾ, ശബരിമലയിലേതുപോലുള്ള തിരുവാഭരണങ്ങൾ, അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായത് രാമക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കോടിക്കണക്കിന് വസ്തുവകകളുടെ തിരിമറികളാണ്, തട്ടിപ്പാണ്. അപ്പോൾ അത്തരം ചില സംഭവവികാസങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉയർത്തി കാണിച്ച് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു അജണ്ടയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെ ആയാലും ഇത് ഈ വന്ദേമാതരത്തെക്കുറിച്ചും ദേശീയഗാനത്തെക്കുറിച്ചും ഒക്കെ അടിക്കടി ഇങ്ങനെ ഉയർത്തുന്ന വിവാദങ്ങൾ ഇന്ത്യയുടെ ദേശീയതയ്ക്ക് ഒരു കാരണവശാലും നിരക്കുന്നതല്ല, അത് ഭൂഷണമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.